ഒരു കുളത്തിലെ താമര ഓരോ ദിവസവും ഇരട്ടിയായി 10 ദിവസം കൊണ്ട് കുളം നിറഞ്ഞു എങ്കിൽ ആ കുളം പകുതി നിറയാൻ എത്ര ദിവസം വേണം? ഓപ്ഷൻ എ 5, ഓപ്ഷൻ ബി 9, ഓപ്ഷൻ സി 10, ഓപ്ഷൻ ഡി 1, ഓപ്ഷൻ ഇ 2. ഓരോ ദിവസവും ഇരട്ടിയാവും. അതാണ് 10 ദിവസം കൊണ്ട് കുളം നിറയും. കാരണം ഇന്ന് 10 നിറയുന്നു, നാളെ 20, അങ്ങനെ പോകുന്ന സംഭവമാണ്. ഇങ്ങനെയുള്ള കണക്ക് വല്ലതും എപ്പോഴെങ്കിലും ജീവിതത്തിൽ നേരിട്ടിട്ടുണ്ടോ? ഉണ്ട്. ഈ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകളില്ലേ അതിന് പോയിട്ടുണ്ടല്ലേ? ജയിച്ചിട്ടില്ല. പ്രേക്ഷകരും എല്ലാം പിടിച്ചിരുത്തി കണക്ക് ചോദിക്കുന്നു. അങ്ങനില്ല. 60,000 രൂപയുടെ ചോദ്യമാണ്. 60,000 ഊഹം വെച്ച് അറിയാലോ. 60,000 അറിയാം. ഇതിപ്പോ 10 ദിവസം കൊണ്ടാണ് കുളം നിറയുന്നത്. ഇരട്ടിയായിട്ടാണ് വർത്തിക്കുന്നത്. അതെ, ഓരോ ദിവസവും ഇരട്ടിയാവും. അപ്പം തലേ ദിവസം ഉള്ളതിനേക്കാൾ ഇരട്ടിയാവുമ്പോഴാണല്ലോ കുളം നിറയുക. കറക്റ്റ്. അപ്പൊ 10 ദിവസം എന്ന് പറയുമ്പോൾ അതിന്റെ തലേ ദിവസമായ 9-ാം ദിവസം ആയിരിക്കില്ല അതിന്റെ പകുതി ഉണ്ടാവുക. അപ്പം കുളക്കരയിൽ വരുന്നു. 9 ഉത്തരം. ഞാൻ ഉദ്ദേശിച്ചല്ലോ. അജു വർഗീസ് ഒരു ബുദ്ധിമാനാണ് കണക്കിന്റെ കാര്യത്തിൽ. താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. കാരണം അജുവിന്റെ തല ചെറിയ തലയല്ല, കുഴപ്പമില്ല തലയാ. ആ തലയോട് എനിക്കൊരു ആദരവ് തോന്നുന്നു ഇപ്പോ. എല്ലാം നന്ദനയ്ക്ക്. അതുകൊണ്ട് ഞാൻ ഫൈൻ. അജു ഇത്രയും കാലം അഭിനയിച്ച സിനിമകളിൽ അജു വളരെ കാഷ്വൽ ആയിട്ട് ഇതുപോലെ അജുവിന്റെ പ്രകൃതം അനുസരിച്ച് തന്നെ അജു ചെയ്ത റോൾ സൂപ്പറായി എന്ന് പ്രേക്ഷകർ പറഞ്ഞ സിനിമ. എനിക്ക് വെള്ളിമൂങ്ങ അങ്ങനെ ഭയങ്കര അഭിനയ സാധ്യതയുള്ള വേഷമൊന്നുമല്ല. പക്ഷേ ജിബുവേട്ടൻ പറയുന്ന പോലെ ജിബു ജേക്കബ് അദ്ദേഹം ഡയറക്ടർ ഒരു സാധനം ചെയ്ത് കഴിയുമ്പം നീ ഇഷ്ടമുള്ള പോലെ ചെയ്തോളാൻ പറഞ്ഞിട്ട് അത് ഓക്കെ പറയാറുണ്ട്. അല്ല, അജുവിന് അതാണോ സ്വാതന്ത്ര്യം? അതായത് ഇപ്പൊ പ്രത്യേകിച്ച് ഈ കോമഡിയൊക്കെ ചിലപ്പോൾ കയറ്റി ചെയ്യേണ്ടിയൊക്കെ വരുമല്ലോ. അങ്ങനെ ചെയ്യേണ്ടി വരുന്ന സമയത്ത് ഡയറക്ടർ ചിലപ്പം ഫ്രീ ആയിട്ട് വിട്ടുതരുന്ന അങ്ങനെ ഒരു അവസ്ഥ. എനിക്കിഷ്ടം ചരടുള്ളതാ. അജു കാട് കയറുമോ? അല്ലെങ്കിൽ കാട് കയറില്ല. കാട് ഇറങ്ങാൻ എന്തോ വേണം? അതാദ്യം അല്ല, കാട് കയറില്ല. കേറേണ്ട സ്ഥലത്തും കേറാതിരിക്കും. ഓ, അങ്ങനെ വരും. നമ്മുടെ ഉഴപ്പ് ഉഴപ്പിന്റെ അല്ല, നമുക്കൊരു ചമ്മലുണ്ട്, ആ ഇൻഹിബിഷൻ. അല്ല, അമ്പിളിച്ചേട്ട ഒരു ദിവസം എന്നോട് പറഞ്ഞു, ജഗദീഷ് കുമാർ, അതേ ഒരു ദിവസം എന്നോട് പറഞ്ഞു, എന്ത് പറയാനാണെന്ന് സ്ക്രിപ്റ്റ് നിറച്ച് എഴുതി വെച്ചിരിക്കുകയാണ്, ജഗതി കോമഡി ചെയ്യുന്നു. ജഗതി കോമഡി ചെയ്യുന്നത് എന്തുകൂടെ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ചേട്ടൻ എന്തെങ്കിലും ചെയ്യുന്ന അങ്ങനെ ജഗതി കോമഡി ചെയ്യുന്നതിന് പുള്ളി ഒരു 16 സ്ഥലത്തെങ്കിലും അങ്ങനെ കണ്ടു. വലിയ സീരിയസ് പോലുള്ളവർക്കൊക്കെ സ്പോണ്ടേനിയസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. നമുക്ക് സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഒരു സാന്നിധ്യം മലയാള സിനിമയുടെ പുണ്യമായിരുന്നു. ഞങ്ങൾ മലർവാടി ആർട്സ് ക്ലബ്ബിൽ ഞങ്ങളുടെ ഫസ്റ്റ് സിനിമ ഞങ്ങൾക്ക് അദ്ദേഹത്തിനോടൊപ്പം അഭിനയിക്കാൻ അവസരം കിട്ടി. ഫസ്റ്റ് ഡേ ഷൂട്ട് വലിയ സംഭവം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ 5 പേര് അദ്ദേഹത്തിന്റെ കാലെ തൊട്ട് അനുഗ്രഹം വാങ്ങിച്ചു. എനിക്ക് ഓർമ്മയുണ്ട്, ചേട്ടാ അനുഗ്രഹിച്ചിട്ട് പറഞ്ഞു നന്നായി വരും. എന്നിട്ട് ഇതും പറഞ്ഞു, ഞാൻ വെറുതെ അങ്ങനെ പറയില്ല ആരോടും. അല്ല, എല്ലാരോടും പറഞ്ഞു. ഞാൻ പറയുന്നത് അത് ഏറ്റവും നല്ലൊരു മൊമെന്റ് ആയിട്ട് ഞങ്ങളുടെ ഓരോരുത്തരും ജീവിതത്തിൽ ഇരിക്കുന്നതാണ്. കാര്യം അത്രയും വലിയൊരു അന്ന് അനുഗ്രഹിക്കപ്പെട്ടവരെല്ലാം അറിയപ്പെട്ടു അല്ലേ? അതെ. നമുക്കൊരു കാര്യം ചെയ്യാം. ഇനി നമുക്ക് നന്ദനാകൃഷ്ണയുടെ കാര്യം മറക്കാൻ പറ്റത്തില്ല. കാര്യം അജു ചെയ്യുന്നൊരു വലിയ കാര്യമാണ്. 70,000 രൂപയുടെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുന്നു. അപ്പോൾ ഈ സത്യത്തിൽ സാധാരണ അവതാരകൻ എന്നുള്ള നമ്മുടെ ഗീശ കീറി പോകുന്ന പരിപാടിയാണ് ഈ അജു പൈസ കൊണ്ടുപോകും. പക്ഷെ ഇവിടെ എനിക്ക് യഥാർത്ഥത്തിൽ വലിയൊരു പർപ്പസിനാണെന്ന് അറിയുമ്പോൾ അജു ശരിയായ ഉത്തരം പറയുമ്പോൾ എനിക്കൊരു സന്തോഷം വരിക. അതെ.